നമസ്കാരം. വീണ്ടും ഒരു ഇന്ത്യ പാകിസ്ഥാൻ മത്സരം. ഈ ഒരു മത്സരത്തിന് കഴിഞ്ഞ മത്സരത്തിനെക്കാട്ടിൽ വലിയ പ്രത്യേകതകളുണ്ട്. കാരണം നമ്മൾ തുടങ്ങി വെച്ച ഒരു പൊളിറ്റിക്കൽ സൈഡും കൂടെ ഈ ഒരു മത്സരത്തിന്. കഴിഞ്ഞ മത്സരത്തിൽ നമ്മൾ മാച്ചിന് ശേഷം പാകിസ്ഥാൻ പ്ലെയേഴ്സിന് കൈ കൊടുക്കാതെ പോയതുകൊണ്ട് തന്നെ അത് വലിയൊരു വിവാദമായി മാറി. അവരെ സംബന്ധിച്ച് അതൊരു ഇൻസൾട്ടായി മാറി, ഒരു പൊളിറ്റിക്കൽ സ്റ്റേറ്റ്മെൻറ്റായി മാറി. സോ അതുകൊണ്ട് തന്നെ ഈ വരുന്ന മത്സരത്തിൽ അല്ലെങ്കിൽ ഇനി പാകിസ്ഥാനോട്ട് വരുന്ന മത്സരങ്ങളിലെല്ലാം ഇന്ത്യക്ക് ജയിച്ചേ തീരൂ. അതിനകത്ത് യാതൊരു എക്സ്ക്യൂസും ഇന്ത്യയുടെ ഭാഗത്തുനിന്നില്ല. ഡു ഓർ ഡൈ ആണ്. കാരണം ഏതെങ്കിലും ഒരു വിധത്തിൽ പാകിസ്ഥാൻ ഏതെങ്കിലും ഒരു മാച്ച് ജയിക്കുകയാണെന്നുണ്ടെങ്കിൽ അവർ കാണിക്കാൻ പോകുന്ന ഷോയ്ക്ക് കൈയും കണക്കും കാണത്തില്ല. അതുപോലെ ഇൻസൾട്ടഡ് ആണ് പാകിസ്ഥാൻ. അതുപോലെ മേളങ്ങളാണ് പാകിസ്ഥാൻ ക്രിക്കറ്റ് ബോർഡും പാകിസ്ഥാൻ പ്ലെയേഴ്സും അല്ലെങ്കിൽ മുൻ താരങ്ങളും ഒക്കെ ഇപ്പോൾ മീഡിയ വഴിയൊക്കെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. കാരണം അവർ ടോട്ടലി ഇൻസൾട്ടഡ് ആണ് ആ ഒരു സംഭവത്തിലൂടെ. ഇന്ത്യ ശക്തമായ ഒരു സ്റ്റേറ്റ്മെൻ്റ് ആണ് പറഞ്ഞത്. അത് കുറുക്കി കൊള്ളേണ്ടടുത്തത് കൊള്ളുക തന്നെ ചെയ്തു. പക്ഷേ അത് തുടർന്ന് മുന്നോട്ട് പോകുമ്പോഴത്തേക്ക് ഈ മാച്ചിലേക്ക് വരുമ്പോഴത്തേക്ക് ഇന്ത്യക്ക് ഒരു കാരണവശാലും ഒരു തിരിച്ചടിയായിട്ട് മാറാൻ പാടില്ല. ഒരു രീതിയിലും ഇന്ത്യ പാകിസ്ഥാന് മുമ്പിൽ തോൽക്കാൻ പാടില്ല. തോറ്റു കഴിഞ്ഞാൽ അത് വലിയൊരു ക്ഷീണമാവും ഇന്ത്യയെ സംബന്ധിച്ച്. 99% ഇന്ത്യക്ക് മേളിൽ പാകിസ്ഥാന് ആധിപത്യം നേടാനായിട്ട് പറ്റില്ല. ഇന്ത്യ അത്ര സ്ട്രോങ് ആയിട്ടുള്ളൊരു ക്രിക്കറ്റിംഗ് നേഷനാണ്. ഇപ്പോൾ കഴിഞ്ഞ മാച്ചസ് എല്ലാം എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്കറിയാം പാകിസ്ഥാൻ ഇന്ത്യയുമായിട്ടുള്ള മാച്ചിന് ശേഷമുള്ള മാച്ചിൽ പോലും പെർഫോമൻസ് നോക്കുകയാണെങ്കിൽ ഒരു ആവറേജ് പെർഫോമൻസ് തന്നെ പറയേണ്ടി വരും. അതുകൊണ്ട് തന്നെ പാകിസ്ഥാൻ ഇന്ത്യയെ സംബന്ധിച്ച് ഒരു എതിരാളിയെ അല്ല. പക്ഷേ നീർക്കോലി കടിച്ചാലും അത്താഴം മുടങ്ങും എന്നുള്ളൊരു ചൊല്ലൊന്ന് പറഞ്ഞതുപോലെ ഒരു ഓൺ എ ഗിവൺ ഡേ T20 മാച്ച് ആയതുകൊണ്ട് തന്നെ ഏതൊരു ടീമിനെയും പരാജയപ്പെടുത്താനായിട്ട് സാധിക്കും എന്നുള്ളൊരു ഫാക്റ്റ് അവിടെ നിൽക്കുന്നുണ്ട്. നമ്മൾ ഒമാൻ വേഴ്സസ് ഇന്ത്യ മാച്ചിൽ കണ്ടു ഒമാൻ എത്ര ശക്തമായിട്ട് ഇന്ത്യക്ക് ഒരു ചലഞ്ച് കൊടുത്തു എന്നുള്ളത്. പാകിസ്ഥാനെ നമ്മൾ എന്തൊക്കെ പറഞ്ഞാലും പാകിസ്ഥാനെ ഒരിക്കലും എഴുതി തള്ളാൻ പറ്റാത്തൊരു ക്രിക്കറ്റിംഗ് നേഷനാണ്. ആ ഒരു ക്രിക്കറ്റിംഗ് ഹെറിറ്റേജ് അവർക്കുണ്ട്. ആ ഒരു DNA പാകിസ്ഥാൻ ക്രിക്കറ്റിലും പാകിസ്ഥാൻ ക്രിക്കറ്റ് പ്ലെയേഴ്സിലും ഉണ്ട് എന്നുള്ളത് ഒരു വാസ്തവം തന്നെയാണ്. ഏതെങ്കിലും ഒരു സാഹചര്യത്തിൽ അവർക്ക് ആ ഒരു പെർഫോമൻസ് നടത്താനായിട്ടോ അല്ലെങ്കിൽ ഇന്ത്യക്ക് ഒരു ചലഞ്ച് കൊടുക്കാനായിട്ടോ തീർച്ചയായിട്ടും കേപ്പബിലിറ്റി ഉള്ളൊരു ടീം തന്നെയായിട്ട് പാകിസ്ഥാൻ മാറാൻ തീർച്ചയായിട്ടും ചാൻസ് ഉണ്ട്. ഇപ്പോൾ പാകിസ്ഥാൻ ടീമിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഫക്കസ് സമാൻ ഒഴികെയുള്ള അത്ര എക്സ്പീരിയൻസ് ഉള്ള പ്ലെയേഴ്സ് ഒന്നും അല്ലെങ്കിൽ പോലും എല്ലാവരും ടാലൻറ്റഡ് ആണ്. സൈം അയ്യൂബിനെയൊക്കെ ആൾക്കാരൊക്കെ ഇപ്പോൾ ബൂമറയ്ക്കെതിരെ അടിക്കുമെന്നൊക്കെ പറഞ്ഞിട്ട് എന്തായി എന്നൊക്കെ പറഞ്ഞ് കളിയാക്കുന്നുണ്ടായിരുന്നു. പക്ഷേ സൈം അയ്യൂബൊക്കെ ക്വാളിറ്റി ബാറ്റ്സ്മാനാണ്. അതുപോലെ തന്നെ പാകിസ്ഥാൻ നിരയിൽ അത്യാവശ്യം ക്വാളിറ്റിയുള്ള ബാറ്റ്സ്മാൻമാരും ക്വാളിറ്റിയുള്ള ബോളേഴ്സും ഒക്കെ ഉണ്ടെന്നുള്ളത് നമ്മൾ ഒരു എതിരാളി ആണെങ്കിൽ പോലും ഒരിക്കലും വിസ്മരിക്കാൻ പാടില്ലാത്തൊരു കാര്യമാണ്. എന്തായാലും നമുക്ക് വേറൊരു പെർസ്പെക്റ്റീവിൽ, അതായത് പാകിസ്ഥാൻ്റെ പെർസ്പെക്റ്റീവിൽ ഈ മാച്ചിലേക്ക് നോക്കാം. കാരണം ഇന്ത്യയുടെ പെർസ്പെക്റ്റീവ് നോക്കാനായിട്ടൊന്നുമില്ല. ഇന്ത്യയുടെ സാഹചര്യത്തിൽ ഇന്ത്യയുടെ ഇപ്പോഴത്തെ ഒരു സ്ഥിതിയിൽ പാകിസ്ഥാൻ ഒരു എതിരാളിയല്ല. നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. ഇന്ത്യ അത്രയ്ക്ക് ശക്തമാണ്. ഇന്ത്യൻ ടീമിനെ കുറിച്ച് നമുക്ക് പ്രത്യേകിച്ച് എടുത്ത് പറയേണ്ട കാര്യമില്ല. ബാറ്റിങ്ങിൻ്റെ ഡെപ്ത് ആയാലും ബോളിങ്ങിൻ്റെ സ്ട്രെങ്ത് ആയാലും സ്പിന്നേഴ്സിൻ്റെ ഒരു ട്രയോ, ഇന്ത്യയുടെ വേൾഡ് ക്ലാസ് 3 സ്പിന്നേഴ്സ്, വേൾഡ് ക്ലാസ് ഒരു ഫാസ്റ്റ് ബോളർ, അതുപോലെ തന്നെ 8ാം നമ്പർ വരെ ബാറ്റ് ചെയ്യാൻ സാധിക്കുന്ന 8ാം നമ്പറിൽ ഇറങ്ങുന്ന വരെ ടോപ്പ് ക്വാളിറ്റി ബാറ്റ്സ്മാനാണ്. അത്രയും സ്ട്രോങ് ആയിട്ടുള്ള ഒരു ടീമിനെ പ്രത്യേകിച്ച് എടുത്ത് പറയാനൊന്നുമില്ല. പക്ഷേ നമുക്ക് വേറൊരു ആംഗിളിൽ കൂടെ പാകിസ്ഥാൻ്റെ സൈഡിൽ നിന്ന് ഇന്ത്യ പോലൊരു ശക്തമായിട്ടുള്ള ടീമിനെ എങ്ങനെ പാകിസ്ഥാന് ഏതെങ്കിലും രീതിയിൽ ചലഞ്ച് ചെയ്യാമെന്നുള്ളൊരു ഉദാഹരണം നമുക്ക് നോക്കാം. ഒന്നാമത്തെ കാര്യം, പാകിസ്ഥാൻ ഫസ്റ്റ് ബാറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അവർ പവർ പ്ലേയിൽ പേടിയില്ലാതെ നല്ല ഇൻറ്റൻറ്റോടുകൂടി ഇന്ത്യൻ ബോളേഴ്സിനെ നേരിടുക എന്നുള്ളതാണ് ബേസിക് ആയിട്ടുള്ളൊരു കാര്യം. പവർ പ്ലേയിൽ ഇപ്പോൾ UAE പ്രത്യേക സാഹചര്യത്തിൽ പവർ പ്ലേയിൽ റൺ അടിക്കുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇന്ത്യയെ സംബന്ധിച്ച് ഏറ്റവും പോസിറ്റീവായിട്ടുള്ളൊരു കാര്യം അത് തന്നെയാണ്. അഭിഷേക് ശർമ്മ അത് കൃത്യമായിട്ട് നിർവഹിക്കുന്നുണ്ട് ഇന്ത്യക്ക് വേണ്ടിയിട്ട്. പാകിസ്ഥാന് വേണ്ടിയിട്ട് അതിനെ നിർവഹിക്കാൻ കേപ്പബിലിറ്റി ഉള്ളൊരു ബാറ്റ്സ്മാനാണ് സൈം അയ്യൂബ്. നാളത്തെ മാച്ചിൽ സൈം അയ്യൂബ് പെർഫോം ചെയ്യുമെന്ന് തന്നെ ഞാൻ പ്രതീക്ഷിക്കുന്നു. സോ പവർ പ്ലേയിൽ നല്ല രീതിയിൽ ഇന്ത്യൻ ബോളേഴ്സിനെ പേടിക്കാതെ നല്ല ഇൻറ്റൻറ്റോടുകൂടി 1-2 വിക്കറ്റ് നഷ്ടപ്പെട്ടാലും ആ ഒരു റൺ ഫ്ലോ ബ്രേക്ക് ആവാതെ തന്നെ ബാറ്റ് ചെയ്യാനായിട്ട് പാകിസ്ഥാന് പറ്റണം. ഒരു 50 to 60 റൺസ് എങ്കിലും പാകിസ്ഥാന് പവർ പ്ലേയിൽ നേടാനായിട്ട് പറ്റണം. ഇനി മിഡിൽ ഓവേഴ്സിലേക്ക് വന്നു കഴിഞ്ഞാൽ സ്ട്രൈക്ക് റൊട്ടേറ്റ് ചെയ്യുക എന്ന് പറയുന്നത് അവരെ സംബന്ധിച്ച് വളരെ മോശമായിരുന്നു കഴിഞ്ഞ മാച്ചുകളിൽ. സോ സ്ട്രൈക്ക് റൊട്ടേറ്റ് ചെയ്യുന്നുള്ളത് വളരെ ഇമ്പോർട്ടൻസ് ആണ്. സിംഗിൾസും ഡബിൾസും ദുബായിലെ ഗ്രൗണ്ടിൽ തീർച്ചയായിട്ടും ഇമ്പോർട്ടൻ്റ് ആണ്. സിംഗിൾസും ഡബിൾസും നേടേണ്ടതായിട്ടുണ്ട്. അതുപോലെ തന്നെ ഡോട്ട് ബോൾസിൻ്റെ എണ്ണം കുറയ്ക്കേണ്ടതായിട്ടുണ്ട്. പാകിസ്ഥാൻ ഇന്നിങ്സിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഡോട്ട് ബോൾസ് ഒരുപാടുണ്ട്. അപ്പോൾ ഡോട്ട് ബോൾസ് ഉണ്ടാകാതിരിക്കുക, സ്ട്രൈക്ക് റൊട്ടേറ്റ് ചെയ്യുക, അതുവഴി ബോളേഴ്സിന് സെറ്റിൽ ആവാനുള്ളൊരു അവസരം കൊടുക്കാതിരിക്കുക. ലൂസ് ബോളിൽ ടാർഗറ്റ് ചെയ്തിട്ട് അതിനെ ഫോക്കസ് ചെയ്ത് നല്ല ഹിറ്റിംഗ് കൂടെ ഉണ്ടെന്നുണ്ടെങ്കിൽ മിഡിൽ ഓവേഴ്സ്, അതായത് 7 to 16 ഓവേഴ്സ് വരെ ഒരു അല്പം സൂക്ഷിച്ച് തന്നെ കളിച്ച് സ്ട്രൈക്ക് റൊട്ടേറ്റ് ചെയ്ത് ഏകദേശം ഒരു 70 to 80 റൺസ്, അതായത് 7 റൺസ് പെർ ഓവർ എങ്കിലും മിനിമം നേടാനായിട്ട് ആ ഒരു ഫേസിൽ പാകിസ്ഥാന് സാധിക്കണം. അതുപോലെ തന്നെ ലാസ്റ്റ് 4 ഓവേഴ്സ് നമ്മളിപ്പോൾ അഫ്ഗാനിസ്ഥാൻ ശ്രീലങ്ക മാച്ചിൽ കണ്ടു. ലാസ്റ്റ് 2 ഓവറിൽ എങ്ങനെയാണ് മുഹമ്മദ് നബി അടിച്ചു തന്നത്. സോ UAE കണ്ടീഷൻസിൽ ഫൈനൽ ഓവേഴ്സിൽ സ്കോർ ചെയ്യാൻ തീർച്ചയായിട്ടും പറ്റും. ആ ഫൈനൽ 4 ഓവേഴ്സിൽ നല്ല രീതിയിൽ അറ്റാക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഒരു 40 to 50 റൺസ് ഫൈനൽ 4 ഓവേഴ്സിലും കൂടെ നേടാം എന്നുണ്ടെന്നുണ്ടെങ്കിൽ പാകിസ്ഥാന് 170 to 190 എന്ന് പറയുന്ന ഒരു
സ്കോർ നേടാനായിട്ട് പാകിസ്ഥാന് തീർച്ചയായിട്ടും സാധിക്കും. ആ ഒരു സ്കോർ തീർച്ചയായിട്ടും ഒരു ഐഡിയൽ സ്കോർ തന്നെയാണ്, ഡിഫെൻഡ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്കോർ തന്നെയാണ്. അതായത് ആ സ്കോർ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇന്ത്യക്ക് ഒരു ചലഞ്ച് കൊടുക്കാൻ, അറ്റ്ലീസ്റ്റ് ഒരു ചലഞ്ച് കൊടുക്കാനെങ്കിലും പാകിസ്ഥാന് തീർച്ചയായിട്ടും സാധിക്കും. ഇനി പാകിസ്ഥാന്റെ ബോളിംഗിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇന്ത്യയുടെ ബാറ്റിംഗ് ഡെപ്ത് എന്ന് പറഞ്ഞാൽ നമ്മൾ ഓൾറെഡി പറഞ്ഞ പോലെ 8ാം നമ്പർ വരെ അതിശക്തമായ ബാറ്റിംഗ് ഡെപ്താണ്. സോ വിക്കറ്റ് എടുത്ത് ഇന്ത്യയെ പരാജയപ്പെടുത്തുക, ബാറ്റിങ്ങിൽ പിന്നോട്ടടിക്കുക എന്ന് പറയുന്നത് സാധ്യമായിട്ടുള്ള ഒരു കാര്യമല്ല, അത് പ്രാക്ടിക്കലി സാധ്യമായിട്ടുള്ള ഒരു കാര്യമല്ല. അപ്പോൾ പാകിസ്ഥാന് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം പ്രഷറിലാക്കുക, അതായത് കണ്ടെയ്ൻ ചെയ്യുക, റൺസ് കണ്ടെത്താൻ ഓരോ റൺസിനും ഇന്ത്യൻ ബാറ്റ്സ്മാൻമാർ ബുദ്ധിമുട്ടിക്കുക എന്നുള്ളതാണ്. കൃത്യതയോടെ വളരെ കൺസിസ്റ്റൻ്റ് ആയിട്ടുള്ള ഒരു ബോളിംഗ് ലൈൻ ആൻഡ് ലെങ്ത് കീപ്പ് ചെയ്യുക, കൃത്യമായിട്ട് സ്ട്രാറ്റജീസ് ബിൽഡ് ചെയ്തിട്ട് ഈ റൺസ് ബ്ലോക്ക് ചെയ്യാനുള്ള വഴികൾ കണ്ടെത്തുക, അതിൽ തന്നെ സ്റ്റിക്ക് ഓൺ ചെയ്യുക, പാനിക് ആവാതെ. ഇന്ത്യൻ ബാറ്റ്സ്മാൻമാർ അടിക്കും, അഭിഷേക് ശർമ്മയൊക്കെ എടുത്തടിക്കും, പാനിക് ആവാതെ പ്ലാനിൽ സ്റ്റിക്ക് ചെയ്തിട്ട് റൺസ് മാക്സിമം കണ്ടെയ്ൻ ചെയ്ത് എങ്ങനെയെങ്കിലും പ്രഷർ ബിൽഡ് ചെയ്യുക എന്നുള്ളതാണ് അവരെ സംബന്ധിച്ച് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. ഫീൽഡിങ് തീർച്ചയായിട്ടും ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം. ഇമ്പോസിബിൾ ആയിട്ടുള്ള ക്യാച്ച് വരെ ഇന്ത്യ പോലൊരു ടീമിനോട് പിടിച്ച് നിൽക്കണമെന്നുണ്ടെങ്കിൽ എടുക്കേണ്ടി വരും. സിംഗിൾസ് ഒന്നും ഡബിൾസ് ആവാതെ പ്രത്യേകം ശ്രദ്ധിക്കണം. അതുപോലെ തന്നെ ഓരോ റണ്ണിന് വേണ്ടിയും ഇന്ത്യൻ ബാറ്റ്സ്മാൻമാരെ കഷ്ടപ്പെടുത്തണം. ഓരോ റൺസും ഇന്ത്യ ഏൺ ചെയ്യുന്നത് എന്ന് ഉറപ്പുവരുത്തേണ്ടത് അവരുടെ ഫീൽഡേഴ്സിൻ്റെയും ബോളേഴ്സിൻ്റെയും ഉത്തരവാദിത്തമാണ്. ഇന്ത്യയുടെ ടോപ്പ് ക്വാളിറ്റി ബാറ്റ്സ്മാനാണ്, അതിൻ്റെ ഇടയ്ക്ക് അവർ റൺ സ്കോർ തന്നെ ചെയ്യും. പക്ഷേ സ്കോർ ചെയ്യുന്നത് അവർ കഷ്ടപ്പെട്ട് തന്നെ സ്കോർ ചെയ്യാനായിട്ട് അവരെ കൊണ്ട് നിർബന്ധിതരാക്കുക എന്നുള്ളത്. അത്ര കൃത്യതയോടെ ബോൾ ചെയ്യുക, അത്ര എക്സലൻ്റ് ആയിട്ടുള്ള ഫീൽഡിംഗ് പെർഫോമൻസ്, ഒരു ക്യാച്ച് പോലും മിസ് ചെയ്യാതിരിക്കുക, ഹാഫ് ചാൻസ് പോലും എടുക്കുക എന്നൊക്കെ ഉള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഇന്ത്യ പോലൊരു ടീമിനോട് കളിക്കുമ്പോഴത്തേക്ക്. അതുപോലെ തന്നെ വേറെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് അഭിഷേക് ശർമ്മയ്ക്ക് ഒരു പ്രോപ്പറായിട്ട് സ്ട്രാറ്റജി ഉണ്ടാക്കുക എന്നുള്ളത്. അത് എത്രത്തോളം സാധ്യമാണെന്ന് എനിക്കറിയാഞ്ഞൂടാ, പക്ഷേ അഭിഷേക് ശർമ്മയ്ക്കെതിരെ പ്രോപ്പറായിട്ടൊരു പ്ലാൻ വേണം. പ്രത്യേകിച്ചും അഭിഷേക് ശർമ്മയുടെ പവർ പ്ലേയിലെ റൺ ഫ്ലോ കട്ട് ചെയ്യാൻ പറ്റുവാണെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ ഷൈൻഷാ അഫ്രീദിയുടെ ആ പഴയ സ്ട്രാറ്റജി, അതായത് ഇൻ സിംഗിങ് യോർക്കർ കൊണ്ടൊന്നും അഭിഷേക് ശർമ്മയോട് വലിയ കാര്യം ഉണ്ടെന്ന് തോന്നുന്നില്ല. കാരണം അതൊക്കെ ഓൾറെഡി എല്ലാവരും കണ്ട് എന്താണ് പ്രഡിക്റ്റബിൾ ആണ്. ഷൈൻഷാ അഫ്രീദി ബോൾ ചെയ്യുമ്പോൾ ഇതാണ് ബോൾ ചെയ്യാൻ പറ്റുന്നത്. പക്ഷേ വേറെ സ്ട്രാറ്റജീസ് വേണം, വേറെ പ്ലാൻസ് വേണം, എങ്ങനെ അഭിഷേക് ശർമ്മയുടെ ആ പവർ പ്ലേയിലെ റൺസ് എങ്ങനെ തടയാൻ പറ്റും എന്നുള്ള കാര്യത്തിൽ. അതുപോലെ തന്നെ ത്രൂ ഔട്ട് ഇന്ത്യയുടെ ബാറ്റിംഗ് ഡയലമിൻ്റെ സ്പെസിഫിക് ആയിട്ടുള്ള പ്ലെയേഴ്സിനെ ടാർഗറ്റ് ചെയ്തിട്ട് പ്ലാൻസ് വേണം. അതുപോലെ തന്നെ ബാറ്റ് ചെയ്യുന്ന സമയത്തും പാകിസ്ഥാൻ ബാറ്റ് ചെയ്യുന്ന സമയത്തും ഹർദിക് പാണ്ഡ്യയാണ് ഇന്ത്യയുടെ ഒരു ഉള്ളതിൽ വെച്ചൊരു വീക്ക് ലിങ്ക്. അപ്പോൾ മാക്സിമം ഹർദിക് പാണ്ഡ്യയിൽ സ്കോർ കണ്ടെത്താനായിട്ട് ശ്രമിക്കണം. അതുപോലെ തന്നെ 3 സ്പിന്നേഴ്സിൽ ഇമ്പോസിബിൾ ആയിട്ടുള്ളൊരു കാര്യമാണ്, പറയുന്നത് പോലെ ഈസി ആയിട്ടുള്ളൊരു കാര്യമല്ല. പക്ഷേ ഇന്ത്യയുടെ 3 സ്പിന്നേഴ്സിൽ ഏതെങ്കിലും ഒരാളെ, മോസ്റ്റ് പ്രോബബ്ലി വരുൺ ചക്രവർത്തിയെ ടാർഗറ്റ് ചെയ്തിട്ട് ഏതെങ്കിലും ഒരാളോ 1-2 ബാറ്റ്സ്മാൻമാർക്ക് ആ ഒരു റോൾ കൊടുത്തിട്ട് അറ്റാക്ക് ചെയ്യുക, കൗണ്ടർ അറ്റാക്ക് ചെയ്ത് ഏതെങ്കിലും ഒരു സ്പിന്നേഴ്സിനെങ്കിലും കൗണ്ടർ അറ്റാക്ക് ചെയ്താലേ നമ്മൾ ഈ പറയുന്നത് 170 അല്ലെങ്കിൽ 170+ എന്ന് പറഞ്ഞ സ്കോറിലേക്ക് എത്താൻ പറ്റും. കാരണം ഈ 2 ബോളേഴ്സിനെങ്കിലും അവർ ടാർഗറ്റ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ഈ സ്കോറിലേക്ക് ഒരിക്കലും എത്താനായിട്ട് സാധിക്കില്ല. സോ ഇതെല്ലാത്തിനും ഉപരി മോസ്റ്റ് ഇമ്പോർട്ടൻ്റ്ലി ഇന്ത്യൻ പ്ലെയേഴ്സിനെ, ഇന്ത്യൻ ടീമിനെ റെസ്പെക്ട് ചെയ്ത് കളിക്കണം. റെസ്പെക്ട് ചെയ്യുക എന്ന് പറഞ്ഞാൽ കുമ്പിടുക എന്നുള്ളതല്ല. ഇന്ത്യ ഒരു ടോപ്പ് ക്വാളിറ്റി ടീമാണ്, ഇന്ത്യ ഡോമിനേറ്റിംഗ് ആയിട്ടുള്ള ഒരു ടീമാണ് എന്നുള്ളത് പാകിസ്ഥാൻ ആദ്യം ഉൾക്കൊള്ളേണ്ടി വരും. അത് ഉൾക്കൊണ്ട് ആ റെസ്പെക്ട് കൊടുത്തുകൊണ്ട് അതിനെതിരെ പ്ലാൻസും സ്ട്രാറ്റജീസും ബിൽഡ് ചെയ്ത് കളിക്കേണ്ടതായിട്ട്. അല്ലാതെ ഇന്ത്യയും പാകിസ്ഥാനും തുല്യ ശക്തിയാണ്, അവരെ നമുക്ക് എപ്പോഴും അടിക്കാന്നുള്ളൊരു മെൻറ്റാലിറ്റിയിലാണെങ്കിൽ അത് ഒരിക്കലും സാധ്യമല്ല. ഇന്ത്യ ഈസ് എ ടോപ്പ് ടീം, അത് അവർ ഉൾക്കൊണ്ടുകൊണ്ട് പ്ലാൻസ് ബിൽഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അവർക്കൊരു ചാൻസ് ഉണ്ട്. ഇതൊന്നും നടക്കാൻ പോകുന്ന കാര്യമല്ല കേട്ടോ. മീൻസ് ഇതൊരു ഇന്ത്യ പാകിസ്ഥാൻ മാച്ച് പഴയ പോലൊരു ഒപ്പത്തിനൊപ്പമുള്ളൊരു മാച്ചല്ല. അപ്പോൾ നമുക്കൊരു കോമ്പറ്റീറ്റീവായിട്ട് അവരെന്ത് ചെയ്താലാണ് ഇന്ത്യക്ക് ഒരു ചലഞ്ച് കൊടുക്കാൻ പറ്റുമോ എന്നുള്ളത് നമ്മൾ പറയുന്നതേ ഉള്ളൂ. പാകിസ്ഥാൻ അങ്ങനെ ചിന്തിക്കുമോ എന്നുള്ള കാര്യത്തിൽ എനിക്ക് ഒരു വിശ്വാസമല്ല. കാരണം അങ്ങനെയുള്ളൊരു സിംറ്റം അവരുടെ ഒരു ഇതുവരെയുള്ള മാച്ചിലൊന്നും കാണുന്നതേ ഇല്ല. കാരണം സൈം അയ്യൂബ് നന്നായിട്ട് പവർ പ്ലേയിൽ ബോൾ ചെയ്ത് വിക്കറ്റ് എടുത്തൊരു ബോളറെ തൊട്ടടുത്ത മാച്ചിൽ പവർ പ്ലേയിൽ ബോൾ ചെയ്യാൻ കൊണ്ടുവരാതിരുന്ന ഒരു ടീമാണ്. അതുകൊണ്ട് തന്നെ ഈ പറയുന്ന രീതിയിലൊന്നും അവർ പെർഫോം ചെയ്യുന്നുള്ള യാതൊരു പ്രതീക്ഷയും എനിക്കില്ല. എങ്കിലും നമ്മളുടെ ഒരു ചലഞ്ച് പാകിസ്ഥാൻ്റെ സൈഡിൽ നിന്ന് ഉണ്ടാവണം, ഒരു കോമ്പറ്റീറ്റീവ് ആയിട്ടുള്ള ഒരു മാച്ച് ഉണ്ടാവണം എന്നുള്ള പ്രതീക്ഷയ്ക്ക് നമ്മളുടെ ഒരു പ്രതീക്ഷ പറയുകയാണ്. എന്ത് ചെയ്താലും ഇന്ത്യയെ പോലെ ഒരു വമ്പൻ ടീമിനെ, പാകിസ്ഥാനെ പോലെ ഇപ്പോഴത്തെ അവസ്ഥയിൽ നിൽക്കുന്ന ഒരു പാകിസ്ഥാൻ എന്തെങ്കിലും രീതിയിൽ ചലഞ്ച് ചെയ്യാൻ പറ്റുമോ എന്നുള്ളത്. ഇനി ഇന്ത്യയുടെ സൈഡിൽ നോക്കുകയാണെങ്കിൽ ഇതിൻ്റെ നമ്മൾ പ്രത്യേകിച്ച് സംസാരിക്കേണ്ട ആവശ്യമില്ല. അവർ ചെയ്തുകൊണ്ടിരുന്ന കാര്യങ്ങൾ തന്നെ കൃത്യമായിട്ട് ചെയ്താൽ മതി. ഈസി ആക്കാതിരിക്കുക എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. ഇന്ത്യ ഒരിക്കലും പാകിസ്ഥാനെ ഈസി ആയിട്ട് കാണാനായിട്ട് പാടില്ല. ഇത്രയൊക്കെയാണ് പാകിസ്ഥാൻ വളരെ മോശം സിറ്റുവേഷനിലാണെങ്കിൽ പോലും ഒരു വിധേനയും അവരെ എഴുതി തള്ളാൻ ഒരു കാലഘട്ടത്തിലും പറ്റാത്ത ഒരു ടീമാണ്. അങ്ങനെ ഹിസ്റ്ററി നമ്മൾ നോക്കിയാലും അവരെ എഴുതി തള്ളാൻ പറ്റില്ല. അവർ ചിലപ്പോൾ ചില ദിവസങ്ങളാണെങ്കിൽ ഗിവൻ്റെ അവർക്ക് പെർഫോം ചെയ്യാനായിട്ടുള്ള ഒരു കേപ്പബിലിറ്റി ഉള്ള ഒരു ടീം തന്നെയാണ്, ഉള്ള പ്ലെയേഴ്സ് തന്നെയാണ്. സോ ഇന്ത്യ ഒരിക്കലും ഈസി ആക്കാൻ പാടില്ല. അവർ 100% കൊടുത്താൽ പാകിസ്ഥാൻ ഇന്ത്യയുടെ മുമ്പിൽ ഒന്നും ഇല്ല എന്നുള്ളതാണ് വാസ്തവം. ഇനി 2 ടീമിൻ്റെ പ്ലേയിങ് 11 നോക്കിക്കഴിഞ്ഞാൽ പാകിസ്ഥാൻ പ്രത്യേകിച്ച് ചേഞ്ച്, അതായത് ഇന്ത്യയുടെ മാച്ചിന് നടന്നതിന് ശേഷം ഒരു ചേഞ്ച് വരുത്തി ഹാരിസ് റൌൾഫിനെ അവർ ടീമിലേക്ക് കൊണ്ടുവന്നു. അത് ആ ടീം തന്നെ ആയിരിക്കും മിക്കവാറും ഇന്ത്യക്കെതിരെ തന്നെ കളിക്കുന്നത്. കാരണം 2
ക്വാളിറ്റി ഫാസ്റ്റ് ബോളേഴ്സ് അവർക്ക് എന്തായാലും വേണം. ഹാരിസ് റൌൾഫിനെ ഈ പവർ പ്ലേ ഒന്നും എറിയിക്കാതെ മിഡിൽ ഓവേഴ്സിനെ എറിയിക്കുകയാണെങ്കിൽ അത്രയും നല്ലത്. സോ പാകിസ്ഥാൻ ടീമിൽ അത് മാത്രമേ ഒരു ചേഞ്ച് ആയിട്ടുണ്ടാവുള്ളൂ. ഇന്ത്യൻ ടീമിലെ ചേഞ്ച് കഴിഞ്ഞ കളിയിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ചേഞ്ച് ഉണ്ടാവും. ബുംറ ആൻഡ് വരുൺ ചക്രവർത്തി തീർച്ചയായിട്ടും ടീമിന് ഉള്ളിലേക്ക് വരും. അത് മാത്രമായിരിക്കും ചേഞ്ച്. പഴയ ടീം തന്നെ, ഇന്ത്യയുടെ സ്ട്രോങ്ങസ്റ്റ് ടീം തന്നെ ഇന്ത്യ കളിക്കും. സോ ഇത് രണ്ടുമായിരിക്കും ഇന്ത്യ പാകിസ്ഥാൻ്റെ ഒരു പ്ലേയിങ് ഇലവൻ. പിന്നെ ഞാൻ ഈ പറഞ്ഞതൊന്നും പാകിസ്ഥാൻ ഇന്ത്യക്ക് ഏതെങ്കിലും രീതിയിൽ ഒരു ചലഞ്ച് തരണം അല്ലെങ്കിൽ ഇന്ത്യയെ പരാജയപ്പെടുത്തണം എന്നുള്ളതുകൊണ്ടല്ല. ഒരു കോമ്പറ്റീറ്റീവ് ആയിട്ടുള്ള ഒരു മത്സരം കാണണം, വൺ സൈഡർ ആവരുത് എന്നുള്ള ഒരു ആഗ്രഹം കൊണ്ടാണ്. ഇന്ത്യ പാകിസ്ഥാൻ മത്സരത്തിൻ്റെ ഒരു ആവേശം നമുക്കറിയാം, അത് ഉണ്ടാവണം. മോസ്റ്റ് ഇമ്പോർട്ടൻ്റ്ലി ഇന്ത്യ ജയിക്കണം എന്നുള്ളത് നമ്മളെ സംബന്ധിച്ച് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്കറിയാമല്ലോ അവരുടെ ഒരു സ്വഭാവം. അത് വെച്ച് ഇന്ത്യ എന്ത് വില കൊടുത്തും ഇന്ത്യ ജയിച്ചേ പറ്റൂ. എങ്കിൽ കോമ്പറ്റീറ്റീവ് ആയിട്ടുള്ളൊരു നല്ല നമുക്ക് ത്രില്ലിംഗ് ആയിട്ട് കാഴ്ചക്കാരെ എൻ്റർടൈൻ ചെയ്യാൻ പറ്റുന്ന ഒരു മാച്ച് കാണണമെന്നുള്ളതാണ് ആഗ്രഹം. പാകിസ്ഥാൻ ആ രീതിയിൽ ഏതെങ്കിലും രീതിയിൽ ഇന്ത്യയെ ചലഞ്ച് ചെയ്യാനായിട്ട് പറ്റട്ടെ. അല്ലാതെ കഴിഞ്ഞ പ്രാവശ്യത്തെ പോലെ വെറും ഒരു മിനി ടീമായിട്ട് വന്നിട്ട് ഇന്ത്യയുടെ മുമ്പിൽ നാണം കെട്ട് പോകുന്നത് കാണാനായിട്ട് താല്പര്യമില്ല. എന്തെങ്കിലും ഒരു ചലഞ്ച് വരട്ടെ, നല്ല ചലഞ്ച് വരട്ടെ, ഇന്ത്യ അതിനെ ഓവർകം ചെയ്ത് ജയിക്കട്ടെ. അതാണ് നമ്മുടെ പ്രതീക്ഷ. എന്തായാലും നമുക്ക് കാണാം. അപ്പോൾ മറ്റൊരു ക്രിക്കറ്റ് റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോയിൽ കാണുന്നവരെ ബൈ.